കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ഇന്ന് രാത്രിയിൽ കൺവെൻഷന്റെ മൂന്നാമത് രാത്രിയിൽ കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്തദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ പേര് പറഞ്ഞതുപോലെ യശോധരൻ എന്നാണ്. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് 2006 ഈ കർത്താവിനെ അറിയുവാൻ കർത്താവ് എനിക്ക് വലിയ ഭാഗ്യം തന്നു. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റതെല്ലാം ഈ ഭൂമിയിൽ മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന് അതോടുകൂടി സകലതും തരാമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വാഗ്ദത്തം ഉവ്വെന്നത്രയെന്ന് എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രിയില് ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഭാഗ്യം തന്നതു அதை ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ നവംബർ മാസം 7-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊക്കാത്തോട്ടിലേക്ക് ബസ്സിന് പോകുമ്പോൾ ഇറങ്ങുന്ന സമയമായപ്പോൾ എനിക്ക് പെട്ടെന്ന് ശരീരത്തിന് വല്ലാത്ത ഒരു ക്ഷീണവും വിയർപ്പ്, ഒരു തളർച്ചയെല്ലാം വന്ന് ബോധം പോകുന്നതുമാതിരിയായി. ബസ്സിൽ നിന്ന് ഇറങ്ങുവാൻ പറ്റുമോ എന്ന് ഞാൻ കരുതി. എനിക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ ഇറങ്ങാൻ നേരത്തെ എൻ്റെ ശരീരത്തിന്റെ ബലം മുഴുവൻ പോയി താഴെ വീണു. കണ്ടക്ടർ കയറി പിടിച്ചതുകൊണ്ട് തറയിൽ പോയി ഇടിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ എൻ്റെ ഒരു വശം, ഇടതുവശം തളർന്നുപോയി, നിർജീവമായി പോയി. അവിടെ നിന്ന് ഞാൻ നേരെ കോന്നിയിൽ വന്നു. കോന്നിയിൽ വന്നതിനെ ആശുപത്രി കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, കർത്തദാസന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളെ ഒന്നിച്ച് ആശുപത്രിയിൽ പോയി ഒരാഴ്ച അവിടെ കിടന്നു. അതോടുകൂടി അവിടെ കിടന്നപ്പോഴൊക്കെ എനിക്കറിയാം ഇത് കർത്താവിന്റെ കരമാണ്, എന്നെ ഒന്നുകൂടി പണിയാനാണ് ഇത് ചെയ്യുന്നത്. ഇന്ന് രോഗികളായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, വിടുവിക്കുന്ന ഒരു ദൈവം, രോഗസൗഖ്യം തരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതറിയുവാൻ, ഇത് ആസ്വദിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ കർത്താവ് ആയുസ്സിൽ ഭാഗ്യം തന്നു. എനിക്കിങ്ങനെ ഒരു കർത്താവ് ഉണ്ടെന്നോ അല്ല നിലയില് കർത്താവ് വിടുവിക്കുന്നതിനാണെന്നോ ഒന്നും അറിയാത്തയിടത്ത് നിന്ന് വിളിച്ചു വേർപെടുത്തി തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ആ വലിയ സ്നേഹത്തിന് ഇന്ന് രാത്രി നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിലെ പൂർണ്ണ ആരോഗ്യവാനായി, ഈ വശത്ത് വെള്ളം വീണാലൊന്നും അറിയത്തില്ല, എന്നാലും നല്ല ആരോഗ്യത്തോടെ ഇവിടെ കടന്നു വരുവാനും വാഹനം ഓടിച്ചു വരുവാൻ ദൈവം ഇടയാക്കി. നിങ്ങളെല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥന, എന്നെ അറിയുന്നവരും അറിയാത്തവരും ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, സഭകൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ദൈവം വലിയ വിടുതൽ തന്നു. ഇത് അത്ഭുതത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ലെന്ന് തിരുവനന്തപുരത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഇന്ന് രാത്രിയില് രോഗികളെ സൗഖ്യമാക്കുവാൻ, പൂർണ്ണമായും സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. അതൊരു ആശുപത്രിയിൽ പോയതുകൊണ്ട് സൗഖ്യമായി എന്നല്ല, കർത്താവിന്റെ കരം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ലജിച്ചു പോകാനിടയല്ല. SNDP നിന്ന് വന്നതുകൊണ്ട് SNDP ഫ്രണ്ടിലാണ് ഞാൻ പോയി വീണത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയത് അവിടെ വീണു പോയിരുന്നുവെങ്കിൽ ലജിച്ചു പോകാൻ ഇടയാവുമായിരുന്നു. എന്നാൽ ദൈവം ഈ കർത്താവിനെ അറിഞ്ഞിട്ട്, നീ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു